ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. സോ ഇന്ന് ഞാൻ നൈറ്റ് പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നതാണ് ചെയ്യാൻ പോകുന്നത്. എഴുത്തിക്കാഫ് എന്തെന്നറിയാത്തവർക്ക് അത് ഞാൻ പറഞ്ഞുതരാം. വാ. ടൈമാർക്ക് പിന്നെ ഉറക്കവും കുടിയൊന്നുമില്ല, ഫുൾ ടൈം ഇവിടെ ഫുട്ബോൾ കളി തന്നെയുമാർ. റമദാൻ ആയതുകൊണ്ടും പിന്നെ അവസാനത്തെ 10 ആയതുകൊണ്ടും പള്ളി ഒന്ന് മിനുക്കി വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ ഒന്ന് സൂപ്പറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഫുൾ ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ എഴുത്തിക്കാഫ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ അടങ്ങി താമസിക്കുക എന്നാണ്. അതായത് താമസിക്കുക, പടച്ചോന് വേണ്ടി പള്ളിയിൽ കുറച്ചു നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്ത്, ദുആ ചെയ്ത്, ദിക്റുകൾ പറഞ്ഞ്, ഖുർആൻ ഓതി, നമസ്കരിച്ച്, അങ്ങനെ. അപ്പോൾ അതാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാത്രികളിൽ നമ്മൾ എഴുത്തിക്കാഫ്, അതാണ് വിശിഷ്യ പറയുന്നത്. രാത്രി കാലങ്ങളിൽ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ താമസിക്കും എന്നുദ്ദേശം. പക്ഷേ ഈ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് ഈ റമദാനിലെ അവസാന 10 രാത്രികളിൽ മാത്രം ചെയ്യാനുള്ളതല്ല. ലൈഫ് ലോങ് നിങ്ങളിപ്പം റമദാനാണെങ്കിലും അല്ലെങ്കിലും പള്ളിയിൽ പോകുമ്പം എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത് വെച്ച് പള്ളിയിൽ പോകാം. പള്ളിയിൽ പോയിട്ട് എഴുത്തിക്കാഫ് ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 15 മിനിറ്റ് നിങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കുമ്പോൾ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടുകയാണ്. അല്ലാതെ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ 10 ദിവസം മാത്രമുള്ള ഒരു സംഭവമല്ല. പിന്നെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ 10 ദിവസം വിശിഷ്യ നിങ്ങൾ ഇരിക്കുക, അതിനുള്ള കൂലി പഴയതിനേക്കാളും അല്ലെങ്കിൽ പൊതുവെ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് ആൾക്കാർ വരുന്നേ ഉള്ളൂ, കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഖുർആൻ ഓതുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. അപ്പം പള്ളിയിൽ വരിക, ഇബാദത്ത് ചെയ്യുക, പടച്ചോൻ്റെ പുറക്കലിനെ തേടുക, ഇതാണ് എഴുത്തിക്കാഫ് കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തേലും ചെറിയ സ്നാക്സ് പള്ളിയിൽ കാണും. ഇന്നുണ്ടായിരുന്നത് തേയിലയും ബ്രെഡുമാണ്. അതിനാണ് ഈ തിരക്കൊക്കെ. ഇവിടെ കണ്ടല്ലോ, യുവമാരാണ് ആദ്യമേ പോയി എല്ലാം എടുത്തപ്പോൾ എനിക്കാണെങ്കിൽ തേയില കിട്ടിയില്ല. എനിക്കാണോ കിട്ടിയത് ഒരു ഫ്രീസറിൽ വെച്ച പോലത്തെ ബ്രെഡാണ്. പിന്നെ ഞാൻ അത് കഴിച്ചുകൊണ്ട് നെയ്മിൻ്റെ നിന്ന് തേയില വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നു. ചായയും ബ്രെഡും കഴിഞ്ഞതിന് ശേഷം ഓരോ പ്ലേസിൽ ഓരോ ഗ്യാങ് ഓരോ ടൈപ്പ് ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ട്. പിന്നെ അവന്മാരുടെ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചെയ്ത് ദുആക്കെ ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിസ്കരിക്കും, ഖുർആൻ ഓതും. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് പേര് ഇവിടെ കിടന്ന് ഉറങ്ങണ്. ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലം പള്ളിയുടെ പുറകിലുള്ള സ്ഥലമാണ്. മുമ്പ് ഇവിടെ ഗ്രൗണ്ടായിരുന്നു, ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല, വെറുതെ കിടക്കുക, ആരും കളിക്കത്തുമില്ല. അപ്പോഴേ എഴുത്തിക്കാഫിന് വരുന്നവർ 3 തരമുണ്ട്. ഒന്ന് ഉറങ്ങാൻ വരുന്നവർ, ഒന്ന് ഇവിടെ ഉള്ള കടി കഴിക്കാൻ വരുന്നവർ, അതായത് ചീരണി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് ഫുഡ് കഴിക്കാൻ വരുന്നവർ. മൂന്നാമത്തേത് ഇബാദത്ത് ചെയ്യാൻ വരുന്നവർ. ഞാൻ ഇതിൽ ഏതായിരിക്കും? ഇവന്മാരെ കണ്ട രാത്രി ഉറങ്ങാതിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളൊരു 4:30 ആയപ്പോൾ എല്ലാവരും ഇറങ്ങി പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വീട്ടിലേക്ക് അത്താഴത്തിന്. ഉള്ളത് പറഞ്ഞാൽ എഴുത്തിക്കാഫിന് വരുമ്പം ഒറ്റയ്ക്ക് ഒരു സ്ഥലം വരെ പോയിരുന്ന് എന്തെങ്കിലും ഇബാദത്തൊക്കെ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടിയ സംസാരിച്ച് കഥയും പറഞ്ഞ് അങ്ങനെയായിട്ടേക്ക് പോവും സമയങ്ങളൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം ഒറ്റയ്ക്ക് ഇരുന്നാൽ നമുക്ക് ഇബാദത്തൊക്കെ ചെയ്തൊരു സമാധാനമായിട്ടിരിക്കാൻ പറ്റും.